നടക്കാൻ പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നോട്ട് നടക്കാൻ പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രായഭേദമന്യേ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മളെല്ലാവരും ഉരുവിട്ടു പോകുന്ന ഒരു വരി കവിതയാണ് ഒന്ന് പിന്നിലേക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ചിലപ്പോഴൊക്കെ അത് സന്തോഷം കൊണ്ടാവാം, ചിലപ്പോൾ വേദന കൊണ്ടാവാം, കുറ്റബോധം കൊണ്ടാവാം. എന്തൊക്കെ തന്നെയായാലും പിന്നോട്ടുള്ളൊരു തിരിഞ്ഞ നോട്ടമാണ് വൈതരണി തൊട്ട് കടന്നു പോയ ആ പ്രദേശം. ശ്രീ റാണി ജയറാമിൻ്റെ 41 കവിതകളടങ്ങിയ സമാഹാരമാണ്. 41 അനുഭവങ്ങളടങ്ങിയ സമാഹാരമാണെന്ന് പറയുമോ കുറച്ചും കൂടെ നല്ലത്. ഒരു പുസ്തകം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതൊരു ഒരാശയം പരിചയപ്പെടുത്തലോ കുറച്ച് വാക്കുകൾ പരിചയപ്പെടുത്തലോ അതല്ലെങ്കിൽ 1-2 വാക്കുകൾ കൂടിച്ചേർന്ന വലിയൊരു വാചകം പരിചയപ്പെടുത്തലോ അല്ല. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയും കൂടെയുള്ള പരിചയപ്പെടുത്തലാണ്. ഈ കവിതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ റാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെയാണ് നമ്മൾ വായിക്കുന്നത്. അവരിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു പുസ്തകം നമ്മളെ ആകർഷിക്കുക 2 കാര്യത്തിലാണ്. ഒന്ന്, അത് എഴുതിയ വ്യക്തി. ഒരുപാടൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എഴുത്തുകാരെ തിരഞ്ഞെടുത്ത് പുസ്തകങ്ങൾ നോക്കാറുണ്ട്. പിന്നെ അതിലൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ തലക്കെട്ടാണ്. നമ്മളിങ്ങനെ കണ്ണ് വായിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ചില തലക്കെട്ടുകൾ നമ്മുടെ കണ്ണിലിങ്ങനെ കൊളുത്തി വലിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു തലക്കെട്ടാണ് വൈതരണിയിൽ തൊട്ട് കടന്നു പോയ ആ പ്രകാശം. വൈതരണി എന്താണെന്ന് പറയാതെ വയ്യ. ഇതിഹാസങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഒരു നദിയാണ് വൈതരണി. ഗരുഡപുരാണത്തിലും ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഭൂമിക്കും പാതാളത്തിനും ഇടയിലുള്ള നദിയാണ് ഈ വൈതരണി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളമില്ല, പകരം രക്തവും മാംസവും ജലവും എല്ലും അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള അസഹ്യമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു നദിയാണ് വൈതരണി. മരണാനന്തരാണ് നമ്മൾ ആ നദി നീന്തി കടക്കേണ്ടത്. ആത്മാവാണ് ആ നദിയെ നീന്തി കടക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പാപം ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ ആ നദി നീന്തി കടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ പാപം ഒന്നും ചെയ്യാത്ത വളരെ ശുദ്ധമായ മനസ്സുള്ള ആളുകൾക്ക് ഈ നദി അമൃത് പോലെയാണെന്നും പറയുന്നുണ്ട്. ഗ്രീക്ക് പുരാണത്തിലൊക്കെ സൈറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേരിലും ഈ ഒരു നദീനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മരണാനന്തരം എന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും മരണത്തിന് മുൻപുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും വൈതരണിയിൽ കൂടെ കടന്നു പോകാറുണ്ട്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ വിഷമം പിടിച്ചൊരു ഘട്ടത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ വൈതരണി ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വൈതരണിയിലേക്ക് ഒരു പങ്കായം കൊണ്ടോ ഒരു നേർത്ത പ്രകാശം കൊണ്ടോ ഒക്കെ കടന്നു വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഒരു പക്ഷേ വൈതരണി നീന്തി കടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അവരതിൽ അലിഞ്ഞ് ചേരും. എന്നാൽ മറ്റു ചിലർ ഇത്തരം പ്രതിസന്ധികളെ പല രീതിയിൽ എടുത്ത് അതിനൊക്കെ തരണം ചെയ്ത് പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു തരണം ചെയ്യൽ ഇവിടെ വൈതരണിയിലെ പ്രകാശം എന്ന് പറയുന്നത് കവിതയാണ്. എല്ലാ അനുഭവങ്ങളെയും എല്ലാ കാഴ്ചകളെയും ഒരു കവിതയിൽ ഒതുക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം കാണുന്ന കാഴ്ചകളിലൊക്കെ കവിത കാണുക, അതിൻ്റെ മനോഹാരിത അനുഭവിക്കുക, ഓരോ വേദനയെയും കവിത കൊണ്ട് മനോഹരമാക്കുക എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള വേദനകളെ മനോഹരമാക്കിയ കുറേ വരികൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് കവിതകൾ നമുക്കൊന്ന് നോക്കാം. പിന്നോട്ട് നടക്കാൻ പഠിച്ചെങ്കിൽ, പിന്നോട്ട് നടക്കാൻ പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നോട്ട് നടക്കാൻ പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. വഴികളിൽ അവർ പലതും മായ്ക്കാൻ തിരഞ്ഞെടുത്തവർ ഇടവഴി പെരുവഴിയായി പല വഴിയിൽ ഒത്തുചേർന്നു. പിന്നോട്ട് നടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് പല ഒരു
ചിന്തിച്ചു പോയി. പിന്നോട്ട് നടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് പല ഒരു അവർ ചിന്തിച്ചു പോയി. കോറിയിട്ട മുൾപരപ്പുണ്ട ക്യാൻവാസിൽ ഇടമറിയാതാർത്തുല്ലസിക്കുന്ന കൊടുങ്കാറ്റുണ്ടതിൽ. ഉള്ളിൽ എത്രയോ തേങ്ങലുകൾ പൂവിട്ടതും വഴികളിൽ എവിടെയോ കാലിടറി വീണതും മുക്കുറ്റികൾ സ്വകാര്യം പറഞ്ഞതും അന്നവർ ഓർത്തുപോയി. ഉള്ളിൽ എത്രയോ തേങ്ങലുകൾ പൂവിട്ടതും വഴികളിൽ എവിടെയോ കാലിടറി വീണതും മുക്കുറ്റികൾ സ്വകാര്യം പറഞ്ഞതും അന്നവർ ഓർത്തുപോയി. ആത്മാർത്ഥത മുട്ടിട്ട കാനന ചില്ലകൾ കിളികൾക്ക് കൊത്തിപ്പറിക്കാൻ പലവരു പമ്പരമായതും. ഇടവഴി പല വഴി പെരുവഴി ഉണ്ടതിൽ ഇനിയും തളിർക്കാത്ത പുൽനാമ്പുണ്ടതിൽ. ഇനിയും തളിർക്കാത്ത പുൽനാമ്പുണ്ടതിൽ. കതിരിന്റെ കാറ്റേറ്റ് വാടാത്ത പൂമണമുണ്ട് ഇളനീരുണ്ടതിൽ. പൂവരശ് മൊട്ടിട്ട വഴികളുണ്ടതിൽ. പുൽനാമ്പുണ്ട് കിളികളുണ്ടതിൽ പിന്നെ മൂർഖനും. പുൽനാമ്പുണ്ട് കിളികളുണ്ടതിൽ പിന്നെ മൂർഖനും. ഇനിയും പൂക്കാത്ത ചില്ലകളുണ്ട്, കായുണ്ട്, തേനുണ്ട്, കരിവണ്ടുണ്ട്. വഴി തെറ്റി വീഴുന്ന കുപ്പി ചില്ലുണ്ട്. ഉറവ പറ്റാത്ത ചെറുകനിയുമുണ്ട്, കാറ്റേറ്റു വാടാത്ത ഇളനീരുണ്ട്. ഉറവ പറ്റാത്ത ചെറു കനിയുമുണ്ട്, കാറ്റേറ്റു വാടാത്ത ഇളനീരുണ്ട്. പൂവരശ് പൂവിട്ട വഴികളുണ്ട്, നീർച്ചോലകളുണ്ടതിൽ, കട്ടാറുമുണ്ടതിൽ. ഇനിയും പിന്നോട്ട് നടക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇനിയും പിന്നോട്ട് നടക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു വേളയാ മുൾച്ചെടിത്തുമ്പിലെ കാട്ടുപൂവാകാൻ കഴിഞ്ഞെങ്കിൽ, ഒരു വേളയാ മുൾച്ചെടിത്തുമ്പിലെ കാട്ടുപൂവാകാൻ കഴിഞ്ഞെങ്കിൽ. ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തീർച്ചയായും ആഗ്രഹിക്കും ഒന്ന് പിന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കവി പാടിയത്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന്. സന്തോഷം നിറഞ്ഞ അവസരങ്ങളിലേക്ക് പലപ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോകാറുണ്ട്. എന്നാൽ പോലും ഒരു കുറ്റബോധത്തോടു കൂടിയാണ് കൂടുതൽ പേരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറ്. എനിക്ക് അവിടെ ഒന്നും കൂടെയൊക്കെ ചെയ്യാമായിരുന്നു, എന്നെ ഒന്നും കൂടെ അടയാളപ്പെടുത്താമായിരുന്നു, അതല്ലെങ്കിൽ ആ ഒരു സന്ദർഭം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. ഓർമ്മകൾ തന്നെയാണ് ഒരു തരത്തിൽ ജീവിതം. ഓർമ്മകളെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ആലോചിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ഓർമ്മകളാണ്. ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില നാട്ടുവഴികളും കാട്ടുപൂക്കളും ചില ഗന്ധങ്ങളും ഒക്കെ ചില നിറങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അതുകൊണ്ട് കവിത ഒരു ഓർമ്മ കൂടിയാണ്. അച്ഛനാണ് കവിതയിലേക്ക് കാൽ പിടിച്ച് നടത്തിച്ചത് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം ഈ കവിതകളിലുടനീളം കാണാനായിട്ട് പറ്റും. ഇനിയും എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലും നയനനീർത്തുമ്പികൾ എന്ന് കണ്ണുനീരിനെ വിശേഷിപ്പിക്കുമ്പോൾ അവിടെയും ഒരു കവിത അറിയാതെ പിറവിയെടുക്കുന്നുണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ അനുഭവങ്ങൾ വരച്ച് കാണിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഭൂപടം തന്നെയാണ് ഈ 41 കവിതകളും നമ്മളിലേക്ക് വരച്ച് കാണിക്കുന്നത്. ഈ കവിത സത്യത്തിൽ ഒരു എഴുത്തുകാരിയെ വായിക്കലല്ല, മറിച്ച് നമ്മളെ തന്നെ വായിക്കല, അല്ലെങ്കിൽ നമ്മൾ പിന്നിട്ട ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളെ വായിക്കലും കൂടിയാണ്. ഗ്രീൻ ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ 41 കവിതകളാണുള്ളത്. വളരെ ചെറിയ 41 മനോഹരമായിട്ടുള്ള ലളിതമായ സുന്ദരമായ വാക്കുകളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. 140 രൂപയാണ് ഇതിൻ്റെ വില. ഉണ്ണികൃഷ്ണൻ സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഇതിലെ അനുഭവങ്ങളോട് ഇതിലെ ആശയങ്ങളോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള കവർ പേജ് നമുക്ക് കാണാം. എല്ലാവരും ഇത് വാങ്ങി വായിക്കണം. ഈ ഒരു വായനയ്ക്ക് നിങ്ങൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അത് നിങ്ങളിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞ് നോക്കലാണ്.